നമസ്കാരം, എൻ്റെ പേര് വിവേക്. ഞാൻ ആലങ്ങാട് DTDC കൊറിയറിൻ്റെ ഫ്രാഞ്ചൈസി നടത്താണ്. നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്കും അതെങ്ങനെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്തെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. നമ്മളിതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ നയിക്കുന്ന ഷിപ്മെൻറ്റ്സിന് 1-2% ഷിപ്മെൻറ്റ്സ് ചിലപ്പോൾ കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. കാരണം ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് മനുഷ്യന്മാരാണ്. ചിലപ്പോൾ ഹാൻഡിലിംഗ് പ്രോബ്ലം കൊണ്ട് ചിലപ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. എങ്കിൽ കൂടി നമ്മൾ കസ്റ്റമറെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനൊരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ എന്തായാലും ചെയ്യും. ഒരാഴ്ച മുന്നേ നമ്മുടെ ഓഫീസിൽ നിന്ന് മധുര ബ്രാഞ്ച് സെക്ഷനിലോട്ട് നമ്മളൊരു ഷിപ്മെൻറ്റ് അയക്കുകയും കറക്റ്റ് സമയത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. നോർമലി നമുക്ക് 3 to 4 ഡേ വർക്കിംഗ് ഡേയ്സ് മതി ഷിപ്മെൻറ്റ് ഡെലിവറി ആവാനായിട്ട്. പക്ഷേ ഇത് 3 ദിവസമായിട്ടും ഷിപ്മെൻറ്റ് നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് കയറിപ്പോയില്ല. ബൈ മിസ്റ്റേക്ക് ഇത് ഷിപ്മെൻറ്റ് ബ്രാഞ്ചിൽ ഹോൾഡായി പോയി. 3 ദിവസം ബൈ മിസ്റ്റേക്ക് ഷിപ്മെൻറ്റ് ബ്രാഞ്ചിൽ ഹോൾഡായി പോയി. 4ാമത്തെ ദിവസമാണെങ്കിൽ നമുക്ക് ഷിപ്മെൻറ്റ് കസ്റ്റമർക്ക് കൊടുക്കുകയും വേണം. അവർക്ക് ഓരോ ദിവസവും ഷിപ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട് 7,000 രൂപ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവരുടെ മെഷീൻ്റെ എന്തോ പാർട്സാണ് ഈ ഷിപ്മെൻറ്റിൻ്റെ അകത്തുണ്ടായിരുന്നത്. കസ്റ്റമറുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് തന്നെ ഷിപ്മെൻറ്റ് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം എന്നൊരു പ്ലാനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ട്രെയിനിലാണ് നമ്മൾ ആദ്യം പോകാമെന്ന് വെച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് ട്രെയിൻ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ബസ് KSRTC ബസ് വഴിയാണ് നമ്മൾ അവിടെ വരെ എത്തിച്ചേർന്നത്. നമ്മൾ ആലുവ KSRTC ബസ് സ്റ്റാൻഡിൽ കുമിളി എത്തുകയും കുമിളിയിൽ നിന്ന് തേനി ടു മധുര ബസ് പിടിക്കുകയും അങ്ങനെ കസ്റ്റമർക്ക് നമ്മൾ ആ ഷിപ്മെൻറ്റ് ഡെലിവറി കൊടുക്കുകയും ചെയ്തു.